സോ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താണ് നോക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ബിറ്റ് കോയിൻ ആണ്. ഓക്കെ, ബിറ്റ് കോയിനിൽ ട്രേഡ് ചെയ്യുന്നത് ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. സോ മെയിൻലി നമ്മളിന്ന് ബിറ്റ് കോയിൻ ആണ് നോക്കാൻ പോകുന്നത്. സോ ബിറ്റ് കോയിനിൽ എന്താന്ന് നോക്കണം പോണെന്ന് വെച്ചാല് നമ്മുടെ സ്ട്രാറ്റജി, നമ്മൾ പുതിയതായിട്ട് അവതരിപ്പിച്ച ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഓക്കെ, സോ അത് ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി അല്ല, അതൊരു എന്താ പറയാ ഒരു പാറ്റേൺ ടൈപ്പ് സ്ട്രാറ്റജി ആണ്. ഓക്കെ, സോ അത് എങ്ങനെ നമ്മൾ ബിറ്റ് കോയിനിൽ അപ്ലൈ ചെയ്യുന്നു, ബിറ്റ് കോയിനിൽ നമ്മളുടെ വിൻ പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യാൻ പോണത്. ഓക്കെ, നമ്മൾ ലൈവ് മാർക്കറ്റിൽ നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഹിസ്റ്ററി ചാർട്ടിൽ നോക്കുന്നുണ്ട്. സോ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഓക്കെ, സോ എന്നാലേ കൂടുതൽ പേർക്ക് ഈ വീഡിയോ എത്തുള്ളൂ. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, സോ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചാർട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ചാർട്ട് എന്ന് പറയുന്നത് BTC/USD ക്രിപ്റ്റോ വേർഷന്റെ ആണ് കേട്ടോ. സോ ക്രിപ്റ്റോന്റെ ആണ് BTC/USD. പലതും ഉണ്ട്, ബിറ്റ് സ്റ്റാമ്പ്, അതേപോലെ തന്നെ ബിനാൻസ്, അങ്ങനെ ഒരുപാട് ചാർട്ട് ഉണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്രിപ്റ്റോ എന്ന് പറയുന്ന ചാർട്ടാണ്. ഓക്കെ, സോ ക്രിപ്റ്റോ എന്നുള്ള ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് ഫുൾ സ്ക്രീൻ ആക്കട്ടെ കേട്ടോ. സോ ഫുൾ സ്ക്രീൻ ആക്കി. ഇനി ഇതില് നമ്മുടെ സ്ട്രാറ്റജി വെച്ചിട്ട്, ഓക്കെ, ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം, മാർക്കറ്റ് എവിടേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിനെ ട്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് എടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. സോ നമുക്ക് നോക്കാം. സോ ഞാൻ ഇവിടുന്ന് മുതലാണ് തുടങ്ങണത്. ഓക്കെ, സോ മാർക്കറ്റിൽ നമ്മളുടെ സ്ട്രാറ്റജി അനുസരിച്ച്, ആ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് ഒരു റീടെസ്റ്റിലാണ് നമ്മൾ മെയിൻലി എൻട്രി എടുക്കല്. റീടെസ്റ്റ് അല്ലെങ്കിൽ ഡബിൾ ടോപ്പ്. ഓക്കെ, ഡബിൾ ടോപ്പ് അല്ലെങ്കിൽ ഡബിൾ ബോട്ടം, ഈ ഒരു രീതിയിലാണ് നമ്മൾ എൻട്രി എടുക്കല്. രണ്ട് രീതിയാണ്, ഒന്ന് റാ ഷേപ്പിലും ഉണ്ട്, ഒന്ന് എൻ ഷേപ്പിലും ഉണ്ട്. ഓക്കെ, ഈ രണ്ട് രീതിയിലാണ് നമ്മൾ എൻട്രിയും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യല്. സോ ഞാന് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ മാർക്കറ്റ് ഇവിടെ എത്തി. ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ഡൗൺ സൈഡ് തന്നു. അതായത് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരിക എന്നുള്ള രീതിയിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ഡൗൺ ഷിഫ്റ്റ്, ചെറിയ രീതിയിൽ ഒരു ഡൗൺ ഷിഫ്റ്റ് തന്നു. ആ ഡൗൺ ഷിഫ്റ്റിൽ നമ്മൾ എന്ത് മനസ്സിലാക്കി, മാർക്കറ്റ് ഇവിടെ പോവാം, മാർക്കറ്റ് അടിയിലോട്ട് പോവാം എന്നൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. സോ നമ്മൾ അവിടെ എന്തിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു, റീടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. റീടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, സോ മാർക്കറ്റ് ഒന്ന് പൊന്തിയിട്ട് വീണ്ടും ഒന്ന് താന്നു ചെറുതായിട്ട്, എന്നിട്ട് വീണ്ടും പൊന്തി. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഏകദേശം ലൈവ് മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും എന്ത് വിചാരിക്കും, ഓ ഇത് കഴിഞ്ഞു, ഒരു ചെറിയ ഡൗൺ തന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, മുകളിലോട്ട് തന്നെ പോയി എന്ന് വിചാരിക്കും. സോ അങ്ങനെയല്ല. സോ മാർക്കറ്റ് വീണ്ടും ആ ഒരു ലെവലെത്തി. മാർക്കറ്റ് എന്ത് ചെയ്തു, ഇതിന് കാരണങ്ങളുണ്ട് കേട്ടോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഞാൻ ലൈൻ സ്ട്രക്ചർ എന്താക്കുകയാണ്. സോ മാർക്കറ്റ് എന്ത് ചെയ്തു, നേരെ അടിയിലോട്ട് വന്നു, കണ്ടില്ലേ? സോ ഇത്രയും അവിടെ ഫോമായി. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. സോ ഇത്രയും കാര്യങ്ങൾ അവിടെ ഫോമായി. മാർക്കറ്റിൽ ഇത്രയും കാര്യങ്ങൾ അവിടെ ഫോമായി. സോ ഇതില് മാർക്കറ്റ് എന്തുകൊണ്ട് ഡൗൺ ഷിഫ്റ്റ് ആവണം എന്നുള്ളതിന് ഒരു സൂചനയാണ് ആ ഒരു ഷിഫ്റ്റ്, അതായത് ആ ഒരു റീടെസ്റ്റ്. സോ റീടെസ്റ്റ് ഒരിക്കലും എന്താവില്ല, മാർക്കറ്റ് ഇങ്ങനെ വന്നിട്ട്, അതായത് മാർക്കറ്റിൽ ഒരിക്കലും ഇങ്ങനെ വന്നിട്ട്, ഇപ്പൊ ഒരു പാത്ത് തന്നിട്ട് മാർക്കറ്റ് ഒരു ഡൗൺ ഷിഫ്റ്റ് തന്നു, എന്നിട്ട് മാർക്കറ്റ് ഒന്ന് മേളിലോട്ട് പോയിട്ട് വീണ്ടും അടിയിലോട്ട് വന്നിട്ട് വീണ്ടും കുറച്ച് മേളിലോട്ട് പോയിട്ട് മാർക്കറ്റ് ഇങ്ങനെ തന്നാലും അതെന്താണ്, റീടെസ്റ്റ് ആണ്. ഓക്കെ, ഏതുവരെ, മാർക്കറ്റ് ഒരിക്കലും ഇതിന്റെ ടോപ്പ്, അതായത് ഇവിടുന്ന് ഇവിടെ വരെ ബ്രേക്ക് ആവാത്തോടത്തോളം കാലം അതൊരു റീടെസ്റ്റ് തന്നെയാണ്. ഓക്കെ, സോ മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടുന്ന് നമുക്ക് റീടെസ്റ്റും കാര്യങ്ങളും തന്നു. ഈ പാത്ത് ഒഴിവാക്കട്ടെ. എന്നിട്ട് നമ്മൾ അവിടുന്ന് എൻട്രി എടുക്കുക. നമ്മൾ ഷോർട്ട് ആണ് അവിടെ ചെയ്യുന്നത്. സോ നമ്മൾ അവിടുന്ന് ഷോർട്ട് എൻട്രി എവിടെ എടുക്കുക, നമ്മൾ ഈ ഒരു ഇത് ബ്രേക്ക് ആവുമ്പോൾ, സോ ഇതിന്റെ ഇത് ഇവിടെ ബ്രേക്ക് ആയി, നമ്മൾ ഇവിടുന്നാണ് എൻട്രി എടുക്കേണ്ടത്. സോ ഇവിടുന്ന് നമ്മൾ എൻട്രി എടുത്തു. സോ ഇവിടുന്ന് നമുക്ക് എൻട്രി കിട്ടിക്കൊള്ളുന്നില്ല, നമ്മൾ ഇതിന്റെ ലോവിൽ എൻട്രി എടുത്തു. ഇതിന്റെ ടോപ്പിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 800 നമ്മൾ SL വെച്ചു. ഓക്കെ,
SL 800 ആണെന്നുണ്ടെങ്കിൽ TP 1600 വെക്കണം. സോ TP നമ്മൾ 1600 വെച്ചു. 1600. സോ ഈ ഒരു ലെവലാണ് മാർക്കറ്റ് TP വെക്കേണ്ടത്. സോ നീട്ടി വരയ്ക്കുക. ടാർഗറ്റ് ഹിറ്റ് ആയോ? ഈസിലി ടാർഗറ്റ് ഹിറ്റ് ആയി. സോ ബിറ്റ്കോയിനിൽ ഇത് വളരെ പോസിബിൾ ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷെ എല്ലാ സാഹചര്യത്തിലും ഇല്ല. നമ്മൾ സാഹചര്യം കണ്ടെത്തി നമ്മൾ ചെയ്യണം. എന്നാലേ നമുക്കത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ആവുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ നമ്മൾ ഫുൾ കവർ ചെയ്തു. 1600 പോയിന്റ് നമ്മൾ കവർ ചെയ്തു. ഇനി നമ്മൾ അടുത്ത് നോക്കണ്ട്, മാർക്കറ്റ് അടുത്തൊരു ഷിഫ്റ്റ് വേൾഡിലോട്ട് തരും. ഓക്കെ, സോ മാർക്കറ്റ് എപ്പോഴും കണ്ടിന്യൂസ്ലി അടിയിലോട്ട് ഇറങ്ങൂല. മാർക്കറ്റ് എപ്പോഴും എന്താവും, ഒന്ന് അടിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ മേളിലോട്ട് കയറാനും സാധ്യത ഉണ്ട്. ഒരിക്കലും കണ്ടിന്യൂസ്ലി ഇറങ്ങി പോവില്ല ഒരു മാർക്കറ്റും. സോ അതാണ് നമ്മളുടെ പിടിവള്ളി. സോ അടുത്തത് മാർക്കറ്റ്, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് നേരെ ഡൗൺ സൈഡ് തന്നു നമ്മളെ TP അടിച്ചു. അവിടെ നിന്ന് തന്നെ നമുക്ക് അടുത്ത ട്രേഡിനുള്ള പോസിബിലിറ്റി അവിടെ ആയിട്ടുണ്ട്. കാരണം മാർക്കറ്റ് വന്നു, മാർക്കറ്റ് ഒന്ന് ഷിഫ്റ്റ് അപ്സൈഡ് തന്നു, എന്നിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് തന്നു. മാർക്കറ്റ് പതിയെ ആണെങ്കിലും മാർക്കറ്റ് എന്താണ് അവിടെ നമുക്ക് ഒരു അപ്സൈഡ് തരുന്നുണ്ട്. സോ മാർക്കറ്റ് ഇവിടെ തട്ടിയിട്ട് മാർക്കറ്റ് അപ്സൈഡ് പോവാണ്. ഓക്കെ, സോ ഈ അപ്സൈഡ് പോണേല് നമ്മളൊരു ട്രേഡ് പിടിച്ചു. എവിടുന്ന് അറിയോ? സോ മാർക്കറ്റ് നമ്മൾ ആ ഒരു അപ്സൈഡ് പൊന്തിയില്ലേ, ഈ ഒരു സംഭവം കണ്ടില്ലേ? സോ ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒരു ട്രേഡ് എടുത്തു. ഓക്കെ, സോ ട്രേഡ് ഈ ഒരു പച്ചസിനെ മാറ്റട്ടെ. സോ മാർക്കറ്റില് ഇനി ലോങ് ആട്ടോ, അതായത് ബൈ സൈഡ് ആണല്ലോ, അപ്പൊ നമ്മള് ബൈ അല്ലേ ചെയ്യേണ്ടത്. സോ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു സ്ട്രോങ് ആയിട്ട്. സോ ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് ട്രേഡ് എടുത്തു. മാർക്കറ്റിലെ TP ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ അടിയിൽ 700 ആയിട്ട് കൊണ്ടേ വെച്ചു. ഓക്കെ, 700 ആവുമ്പോൾ 1400 ആണ് നമുക്ക് ടാർഗറ്റ് വേണ്ടത്. സോ ടാർഗറ്റ് ഞാൻ എന്ത് ചെയ്തു, 1400 കൊണ്ടുവച്ചു. സോ 1414, 1400. സോ ഇവിടെ നമുക്ക് ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്, മാർക്കറ്റ് ഫുൾ TP അടിക്കാതെ നമ്മുടെ SL അടിച്ചു. ഓക്കെ, ഫുൾ TP ഇവിടെ അടിച്ചിട്ടില്ല. സോ എന്ന് വെച്ചിട്ട് നമുക്ക് അവിടെ ലോസ് വരുമോ? ഇല്ല. എന്തുകൊണ്ടാ അറിയോ? എന്തുകൊണ്ടാ അവിടെ ലോസ് വരാത്തത് അറിയോ? മാർക്കറ്റിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. മാർക്കറ്റിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ടാർഗറ്റും അതേപോലെ തന്നെ SL വെച്ചു. നമ്മൾ SL ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കണം. ടാർഗറ്റ് ഒരു ടാർഗറ്റ് അല്ല, നമ്മൾ 2 ടാർഗറ്റ് നമ്മൾ വെക്കണം. ഓക്കെ, സോ അതിനുള്ളതാണ്. സോ ബിറ്റ്കോയിൻ ഫോക്കസ് ചെയ്യുന്നവർക്കുള്ളതാണ്. ഫസ്റ്റ് ടാർഗറ്റ് എപ്പോഴും നമ്മൾ സ്റ്റോപ്പ് ലോസ് എത്രയാണോ വെക്കുന്നത് അതിനനുസരിച്ച് തന്നെ ആയിരിക്കണം നമ്മളെ ഫസ്റ്റ് ടാർഗറ്റും. സോ അതിന് 1:1 റേഷ്യോ റിസ്ക് റിവാർഡ് എന്ന് പറയും. സോ ഈ റിസ്ക് റിവാർഡ് നമ്മൾ 1:1 വെക്കുക ഇവിടെ. ഓക്കെ, സോ ഇവിടെ നമ്മൾ വെച്ചു. എന്നിട്ട് നമ്മൾ ഈ TP എന്ത് ചെയ്തു, 1400 കൊണ്ടേ വെച്ചു. സോ ജസ്റ്റ് മിസ്സിനാണ് മിസ്സായത്. പക്ഷേ ഇവിടെ നമ്മളെ ഫസ്റ്റ് TP അടിച്ചു, നമ്മൾ എന്ത് ചെയ്തു, SL നമ്മൾ കയറ്റി വെച്ചു. സോ ഇവിടെ നമുക്ക് ലോസ് വരുമോ? നോക്കിക്കോ, മാർക്കറ്റ് ഇവിടുന്ന് നമ്മൾ എൻ്റർ ആയി. മാർക്കറ്റ് പയ്യെ ആണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് കയറി നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു. ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചപ്പോൾ നമ്മൾ $50 ആണ് റിസ്ക് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ, $50 റിസ്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് അടിക്കുമ്പോൾ $25 നമ്മുടെ അക്കൗണ്ടിൽ കയറും. പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് $25. ഓക്കെ, സോ ഫസ്റ്റ് ടാർഗറ്റിന് $25 കയറും. ബാക്കി $75 ഉണ്ട്. സോ ആ $75 നമുക്ക് മുഴുവൻ കിട്ടില്ല, $50 കിട്ടുള്ളൂ ഫുൾ ടാർഗറ്റ് അടിച്ചാലും. കാരണം നമ്മൾ ഇവിടെ പകുതി ക്ലോസ് ചെയ്ത് വിടാണ്, 50% ആണ് ക്ലോസ് ചെയ്ത് വിടുന്നത്. സോ ആ ടൈമിൽ നമ്മളെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50 ആയിരിക്കും. 50 × 50 25 ആണ് നമ്മുടെ ഫസ്റ്റ് TPന്റെ ബുക്ക് ചെയ്തത്. ഓക്കെ, $25 എന്ന് പറയുന്നത് ചെറിയ പൈസയല്ല. $25 നമ്മൾ അവിടെ ബുക്ക് ചെയ്തു. ആ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ SL ട്രിഗർ താഴത്തോട്ട് ഇറക്കി വെച്ചു. ഓക്കെ, എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടെ കടന്ന് കളിച്ചു. സോ ഇതിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം.
ഇങ്ങനെ കടന്ന് 3 പ്രാവശ്യം അവിടെ റിജക്ഷൻ തരുന്നുണ്ട്. ഇങ്ങനെ 3 പ്രാവശ്യം റിജക്ഷനോ 2 പ്രാവശ്യം റിജക്ഷനോ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ട്രേഡ് ക്ലോസ് ചെയ്ത് പോവാം. അപ്പൊ നിങ്ങൾക്ക് ഒരു $50, $50 കിട്ടില്ല, ഒരു $25 അല്ലെങ്കിൽ ഒരു $30 ഒക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. സോ ഡോളർ വാല്യൂബിൾ ആണ്, മണിയാണ്, പൈസയാണ്. ആ ഒരു പൈസ വെറുതെ തരില്ല. സോ വേണമെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്തിടാം, അല്ലെങ്കിൽ റിസ്ക് എടുക്കാം. SL കയറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് റിസ്ക് എടുക്കാം. ഒരിക്കലും എന്താണ് SL അതേപോലെ തന്നെ വെച്ചിട്ട് റിസ്ക് എടുക്കരുത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് $25 ലാഭം കിട്ടിയിരുന്നുണ്ടെങ്കിൽ $50 SL ആണ്. ആ SL അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് $25 ലോസ് ആവും വരിക. ഓക്കെ, അതുകൊണ്ട് അതിലേക്ക് നിൽക്കരുത്, അതിൽ ഒരു കാര്യവുമില്ല. എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് അടിയിലോട്ട് പോയി. മാർക്കറ്റ് അടിയിലോട്ട് പോയില്ലേ? മാർക്കറ്റ് അടിയിലോട്ട് പോയിട്ട് മാർക്കറ്റിന് അടുത്ത ഒരു നമുക്ക് ട്രേഡ് തരണം. ഓക്കെ, സോ മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നെ തന്നു. ഇവിടെ നമുക്ക് ട്രേഡ് ഉണ്ട്, പക്ഷെ അവിടെ നമ്മൾ ട്രേഡ് റണ്ണിങ് ആവണതുകൊണ്ട് നമ്മൾ അവിടെ എടുക്കുന്നില്ല. അടുത്തത് നമുക്ക് വീണ്ടും മാർക്കറ്റ് അടിയിലോട്ട് വന്നു. മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും ഒരു ബൈ സൈഡ് തന്നു. മാർക്കറ്റ് ഒരു റീടെസ്റ്റ് പോലെ തന്നു. പക്ഷെ റീടെസ്റ്റിൽ എന്താണ്? മാർക്കറ്റ് അടിയത്തെ ലിക്വിഡിറ്റി സ്വാപ്പ് എന്ന് പറയും. ലിക്വിഡിറ്റി സ്വാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് നമ്മുടെ രണ്ടാമത് പറഞ്ഞതാണ് റാ ഷേപ്പിലുള്ള ടെക്നിക്ക് എന്നുള്ളത്. സോ ഈ റാ ഷേപ്പിലുള്ളത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ റാ ഷേപ്പിലുള്ള ടെക്നിക്ക് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഈ പ്രീവിയസ് ലോ ഉണ്ടല്ലോ, ഈ പ്രീവിയസ് ലോന്റെ ബ്രേക്ക് ആവരുത്, ആ വിക്ക് ബ്രേക്ക് ആവരുത്. സോ വിക്ക് ബ്രേക്ക് ആയില്ല, മാർക്കറ്റ് എന്ത് ചെയ്തു? മേളിലോട്ട് പോയി. ഓക്കെ, സോ മാർക്കറ്റ് ഇവിടെ വരെ എത്തി. സോ അവിടുന്ന് നമ്മൾ ട്രേഡ് എടുക്കുകയാണ്, ബൈ സൈഡ് ആണ്. മാർക്കറ്റ് എവിടുന്ന് നമ്മൾ ട്രേഡ് എടുക്കും? നമ്മൾ ഇവിടുന്നാണ് ട്രേഡ് എടുക്കുക. ഓക്കെ, സോ നമ്മൾ അവിടെയാണ് നമ്മളെ കൺഫർമേഷൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ട്രേഡ് എടുക്കാൻ, കാരണം കൺഫർമേഷൻ ആയിട്ടില്ല, ക്യാൻഡിൽ ക്ലോസ് ചെയ്യോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയില്ല. സോ നമ്മൾ SL എവിടെ വെക്കും? SL 1200 വെക്കാം. ഓക്കെ, 1200 വെച്ചു. ഫസ്റ്റ് TP കയറ്റുക. ഫസ്റ്റ് TP 1200 വെക്കുക. സോ 1200 വെച്ചു. മാർക്കറ്റ് നീട്ടി വരയ്ക്കുക ഫസ്റ്റ് TP. ഓക്കെ, ഫസ്റ്റ് TP നീട്ടി വരയ്ക്കുക. എന്നിട്ട് 1200 ആണെങ്കിൽ 2400 കൊണ്ടുപോയിട്ട് സെക്കൻഡ് TP വെക്കുക. സോ സെക്കൻഡ് TP അടിക്കുന്ന ഒരു പ്രതീക്ഷയില്ല. സെക്കൻഡ് TP നമ്മൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാണ്, ആ ഒരു റൂള് ഫോളോ ചെയ്യാണ്. ഓക്കെ, സോ സെക്കൻഡ് TP വെച്ചു. മാർക്കറ്റിൽ വന്നു. മാർക്കറ്റ് എന്ത് ചെയ്തു? നമ്മളിത് SL ഹിറ്റായി. പക്ഷേ ഇവിടെ നമ്മൾ പ്രോഫിറ്റബിൾ ആണ്, $25 പ്രോഫിറ്റ് ആണ്. ഇവിടെയും കിട്ടി 25, ഇവിടെയും കിട്ടി 25, അവിടെ 100 കിട്ടി, അല്ല 75 കിട്ടി. 75, 25, 100, 100, 25, $125 നമ്മൾ പ്രോഫിറ്റ് ആണ്. 3 ട്രേഡില് $125 പ്രോഫിറ്റ് ആണ്. ഒരു സിംഗിൾ ലോസ് പോലും ഇല്ലാതെ നമ്മൾ പ്രോഫിറ്റ് ആയി. അവിടെയാണ് നമ്മളെ പവർ. ഓക്കെ, സോ ഇവിടെ ഇനിയിപ്പോ കറന്റ് മാർക്കറ്റ് ഇവിടെ നമുക്ക് സാധ്യതയുണ്ട്. മാർക്കറ്റ് എങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അറിയോ? മാർക്കറ്റ് ഇപ്പോ അടിയിലോട്ട് നല്ലോണം വന്നിട്ടുണ്ട്. സോ ഇവിടുന്ന് നമുക്ക് ഷിഫ്റ്റ് തരുമോ നോക്കണം. സോ മാർക്കറ്റ് ഇതേപോലെ വന്നു. ഇനി ഇവിടുന്ന് ഇതേപോലെ എങ്ങാണ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് എൻട്രി എടുക്കാം. എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും? മേളിലോട്ട് പോവും. സോ ഫോളോ റൂൾസ്. ഫസ്റ്റ് റൂൾസ് ഫോളോ ചെയ്യുക, എന്നിട്ട് ട്രേഡ് ചെയ്യുക. അല്ലാത്തടത്തോളം കാലം പ്രോഫിറ്റ് ആവുകയില്ല. ഓക്കെ, സോ ഇത് വളരെ ഉപകാരപ്പെട്ട വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്പെട്ട വീഡിയോ ആയിരിക്കും. കാരണം ഇത് ഉപകാരപ്പെടാതെ പോകാൻ ഒരു സാധ്യതയില്ല. കാരണം ഇത്രയും നല്ല സ്ട്രാറ്റജി, സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന സ്ട്രാറ്റജി ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് പറയാണ്. ജസ്റ്റ് ടൈം കുറച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ പ്രോഫിറ്റിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഗ്രീഡ്, ഇമോഷൻസ് ഒക്കെ വലിച്ചഴച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റിന് ഉപരി ലോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ നിങ്ങളെ മെന്റൽ കണ്ടീഷൻ സ്റ്റേബിൾ അല്ല. നിങ്ങൾ വർക്ക് ചെയ്ത് നേരെ വന്ന് ട്രേഡ് എടുത്ത് അങ്ങനെയൊന്നും നടക്കില്ല. ഓക്കെ, സോ നല്ല രീതിയിൽ ഇരുന്ന് ട്രേഡ് എടുക്കണം, കോൺസെൻട്രേറ്റ് ചെയ്ത് ട്രേഡ് എടുക്കണം. ചിലപ്പോൾ ചാർട്ട് നോക്കുന്നതൊക്കെ പിഴയ്ക്കും. അതൊക്കെ ഈ ഒരു കോൺസെൻട്രേഷന്റെ കുറവ് കാരണമാണ്. സോ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക, അല്ലാത്തടത്തോളം കാലം വിജയിക്കില്ല. ഓക്കെ,
സോ വീഡിയോ അധികം നീട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഇത്ര തന്നെ ഉള്ളൂ. സോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഞാൻ 3 ലൈവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തന്നു. ഇനി നടക്കാൻ പോകുന്ന കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ പറ്റും. സോ ഇതിലൊരിക്കലും 100% വിന്നിങ് ഇത് ഞാൻ പറയുന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു 70 ബിലോ എന്തായാലും ഉണ്ട്, 70 ബിലോ എന്തായാലും ഉണ്ട്. ഓക്കെ, 70 to 60 എന്തായാലും ഇതിനുണ്ട്. പിന്നെ 100% പ്രോഫിറ്റ് ടാർഗറ്റ് അതൊന്നും ഞാൻ പറയില്ല, ഇതിന് 100% ഒന്നും ഇല്ല, 50% ഡൗൺ സൈഡിലാണുള്ളത്. ഓക്കെ, പക്ഷെ കിട്ടിയ പ്രോഫിറ്റ് ആണ്, കിട്ടുന്നത് മൊത്തം പ്രോഫിറ്റ് ആണ്. പക്ഷെ വിന്നിങ് റേറ്റ് ഉണ്ട് 70 എബോ. നിങ്ങൾ പ്രോഫിറ്റ് ആവും, ചെയ്യേണ്ട പോലെ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആവും, ഇല്ലെങ്കിൽ ലോസ് തന്നെ പോവുള്ളൂ. അപ്പൊ ഓക്കെ, ഇത്ര തന്നെ പറയാനുള്ളൂ. സോ നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. ബൈ.